ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ കുറച്ച് ലെങ്തി എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ചെറിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ആർമർ ഫുള്ള് ഞാനൊന്ന് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി ഹെൽമെറ്റും ബൂട്ട്സും മാത്രം സെപ്പറേറ്റ് കുറച്ച് എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ടൂൾസൊക്കെ കണ്ടു, അതൊക്കെ നമുക്ക് ഫുള്ള് മാറ്റണം. നമ്മുടെ പിക്കാക്സിലോട്ട് ഇനി എഫിഷ്യൻസി 5 ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ടു എക്സ്പെൻസീവ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറേ ടോട്ടം കണ്ട, ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് ചെയ്തിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ക്രീപ്പർ ഫാം അവിടെ, സ്ട്രോങ് ഹോൾഡ് അവിടെ, അതുപോലെ തന്നെ നമ്മുടെ റീഡ് ഫാം ഇവിടെ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, അതിൻ്റെ ലാസ്റ്റ് ഞാനൊരു റീപ്ലൈ വീഡിയോ കൊടുത്തിട്ടുണ്ട്, കണ്ടവർക്കറിയാം. അപ്പോൾ റീഡ് ഫാം ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും റൈഡ് ഫാം നിങ്ങൾ കാണുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ റൈഡ് ഫാം. ഇതിൻ്റെ അകത്തൊന്നും കാണില്ല, അതുകൊണ്ട് ഞാനൊക്കെ ഈ ചെസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഹോപ്പർ വെച്ച് കണക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് സ്റ്റോറേജിൻ്റെ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് ആ സൈഡിലായിട്ടാണ് നമ്മുടെ ബേസ്. അധികം ദൂരമൊന്നുമില്ല, എന്നാലും പോർട്ടൽ സെറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. നമുക്ക് പെട്ടെന്നുള്ളൊരു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടോട്ട് പോയി വരാൻ വെറുതെ റോക്കറ്റ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇത്രയും ഐറ്റംസാണ് വന്നത്, ഇത്രയും ടോട്ടംസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനി ടോട്ടം കുറേ ചെറുക്കർ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇന്നലെ ഇരുന്ന് ഞാൻ നെതർ ഹബും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊളിച്ചതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യണം. അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡിലൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്യാം. ഞാനിതിൽ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ടോട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാതെയാണ് ലെറ്റ്സ് പ്ലേ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ കൊണ്ട് കാണിച്ചു തരാം. നമ്മുടെ ഷെൽക്കർ ബോക്സൊക്കെ ഒരു ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം, നമ്മുടെ ഡയമണ്ട്, എമറാൾഡ്, ഗോൾഡ്, ഒന്നര സ്റ്റാക്ക് അടുപ്പിച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ അയണ് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പിക്കാക്സ് സെറ്റ് ചെയ്യാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ടോട്ടം, അതുപോലെ തന്നെ ഇതിലുണ്ട്. ഇതിൽ സാധനങ്ങളാണ്. ഇതിൽ കണ്ടോ, ഇതിൽ കുറേ ടോട്ടം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ കുറേ റോക്കറ്റില്ല, കുറച്ച് റോക്കറ്റുകളുണ്ട്. അതിൽ ടോട്ടം, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റൈഡ് ഫാം നമുക്കിനി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ബോട്ടിൽ വേണം. ബോട്ടിൽ, ആ ബോട്ടിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനൊരു ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കാം. ഞാൻ ഔട്ട് പോസ്റ്റ് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് തപ്പി നോക്കട്ടെ. കോഡും കാര്യങ്ങളും എനിക്ക് വലിയ ഓർമ്മയില്ല. സ്ക്രീൻഷോട്ട് തപ്പിയിട്ട് ഞാൻ എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കുക. ഏതായാലും ഔട്ട് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതിന് കോഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ നമുക്ക് വേറെ തപ്പിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർമറിലോട്ട് നമ്മൾ മറ്റേ ട്രിം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഏത് ട്രിമ്മാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള 2 ട്രിമ്മാണ്. ഇത് നമുക്ക് ഏത് ഷിപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഷിപ്പിൽ നിന്നും ഇത് നമുക്ക് എൻഡിൽ നിന്നും കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യണോ ഇത് ആഡ് ചെയ്യണോ കൺഫ്യൂഷനിലായിരുന്നേ. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ ജസ്റ്റ് നോക്കി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രിം തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കണം. അത് നമുക്ക് ഇതിൻ്റെ 4 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ട് 5ാമത് ഒരെണ്ണം നമ്മൾ എടുത്ത് പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കണം. ഇതിലൊന്നും കാണില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കുറച്ച് ഡയമണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇതിലിപ്പോൾ എന്ത് ബ്ലോക്കാണ്, എൻഡിലുള്ള ഏതെങ്കിലും ബ്ലോക്കാണ് ഒരു വേണ്ടില്ല, അതിൽ കാണുന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ഡയമണ്ട് കൂടെ എടുത്ത് കൈ പിടിക്കാം. അപ്പോൾ ചിലപ്പോൾ വന്നാലും നമ്മളടുത്ത് ആകെ കുറച്ച് ഡയമണ്ട് ഉള്ളൂ. ഇത് നമ്മൾ കുറേ മുമ്പ് മൈനിങ്ങിന് പോയ ടൈമിന് ഉള്ളതാണ്. നമുക്ക് മൈനിങ്ങിന് പോകണം, ഞാൻ കുറേ ആയിട്ട് മൈനിങ്ങിന് പോയിട്ട്. അപ്പോൾ നമുക്ക് ഇനി കാണിക്കൂലേ, ഇനി ഇതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും കാണാനുണ്ടോ? എനിക്ക് തോന്നുന്നത് എൻഡ് സ്റ്റോൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻഡ് സ്റ്റോൺ അല്ലേ, കറക്റ്റ് ഓർമ്മയില്ല. ഗൂഗിൾ നോക്കിയപ്പോൾ അതും കൂടി നോക്കിയതായിരുന്നു. ഓക്കെ, എൻഡ് സ്റ്റോൺ. ഓക്കെ, എൻഡ് സ്റ്റോൺ നമ്മുടെ കയ്യിൽ ഉണ്ട്, അത് മതി നമുക്കിനി. അതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ
ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെയും നടക്കുള്ളൂ അല്ലാതെ ഒന്നായിട്ട് എടുക്കാൻ പറ്റില്ല. രണ്ടെണ്ണമായി ഒന്നുകൂടിയും വെച്ചിട്ട് അതുപോലെ തന്നെ 3 പിന്നെ അതൊന്ന് ഒന്നെടുത്ത് വെച്ചിട്ട് അതുകൂടെ ക്ലിക്ക് ചെയ്താൽ പോരെ. അങ്ങനെ അത് 4 അപ്പോൾ ഇനി നമുക്ക് ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കിയിട്ട് ചെസ്റ്റിൽ എടുത്ത് വയ്ക്കാം. ടോട്ടൽ 5 ഉണ്ട്. ഞാനിതിലോട്ട് കളർ ആഡ് ചെയ്യാൻ പോകുന്നത് റെഡ് സ്റ്റോൺ ആണ്. റെഡ് സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചുവപ്പ് കളർ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഡയമണ്ട് ആർമർ ആയതുകൊണ്ട് ഞാൻ റെഡ് കൊടുക്കണം. ഇനി ഞാൻ നെതറൈറ്റിലോട്ട് മാറുന്ന ടൈമിൽ ഇത് മാറ്റാൻ പറ്റുമോ? ഓക്കെ, നെതറൈറ്റ് കാണുന്നത് പിന്നെ എനിക്കിപ്പോഴും നെതർ പേടിയാണ്, എല്ലാവർക്കും പറയുന്ന കാര്യം. അപ്പോൾ നമുക്കത് നോക്കാം, അത് നമുക്ക് വഴിയെ നോക്കാം. ഈ സീരീസിൽ നെതറൈറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡ് സ്റ്റോൺ ഒന്നും വരില്ല. റെഡ് സ്റ്റോൺ ഒന്നും മതിയോ? ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് തന്നെ റെഡ് സ്റ്റോൺ കുറച്ചും കൂടി വേണ്ടില്ലേ, കുറച്ചധികം കയ്യിലിരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്നും വേണ്ട, കറക്റ്റ് 4 കൊണ്ടുപോയാൽ പോരെ. അതിലിരിക്കട്ടെ. പിന്നെ അതുകൊണ്ട് ഇതും 4 അത് മതി. നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ അവിടെയാണ് നമ്മുടെ സ്മിത്തിങ് ടേബിൾ ഉള്ളത്. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആർമറും ഇതൊക്കെ ഊരിട. എലക്ട്രോ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തറയിൽ കൊണ്ട് ചത്തുപോകും. അപ്പോൾ കറക്റ്റ് സേഫ് ലാൻഡിങ്. ഇനി നമ്മളിതുകൊണ്ട് ഇതും ഇതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഓരോ ആർമർ പീസ് ഇതിലോട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, അച്ചീവ്മെൻറ്റും കിട്ടിട്ടോ. അതേതെങ്കിലും വിളിച്ചതുകൊണ്ട് ഇത് ഞാൻ കണ്ട സാധനം തന്നെയല്ലേ. ഇങ്ങനെയൊന്നല്ലേ ഞാൻ കണ്ടത്. ഒരു മിനിറ്റ് ഒന്ന് ഇട്ടോക്കാം. ഓക്കെ, ഇനി ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്, പക്ഷെ അതിൽ കാണിച്ചത് വേറെ ആയിരിക്കും. ഓക്കെ, ഞാനും കരുതി, ടെൻഷനായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആർമർ ട്രിം ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ലുക്ക്. കൊള്ളല്ലേ? ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടത്, പക്ഷേ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും നമ്മൾ കഴിഞ്ഞ സീരീസിൽ ഇത് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു എപ്പിസോഡാണ് എനിക്കറിയാം. നമ്മൾ കുറേ ആയിട്ട് വലിയ ലെങ്ത്തുള്ള എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെറിയ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ബിൽഡോ കാര്യങ്ങൾ എന്തൊക്കെ പണിയാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ